ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഹെൽത്തി ബൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അഞ്ജു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കോൾഡ് കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതും പാൽ ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ കോൾഡ് കോഫി തയ്യാറാക്കുന്നത്. 100% വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ പാല് അലർജി ആയിട്ടുള്ളവർക്കും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനാണിത്. കാഷ്യൂ മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോഫി തയ്യാറാക്കുന്നത്. കാഷ്യൂ നട്ട്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. ഇതിൽ ധാരാളം ഹാർട്ട് ഹെൽത്തി ഫാറ്റ്സും അതുപോലെ കോപ്പറും ഡയറ്ററി ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൾഡ് കോഫി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ കോൾഡ് കോഫിയുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കശുവണ്ടി. അപ്പം നമ്മൾ ഇതിൽ പാലിന് പകരം നമ്മളിതിൽ തയ്യാറാക്കാൻ പോകുന്നത് കാഷ്യൂ മിൽക്കാണ്. കശുവണ്ടി ഉപയോഗിച്ചിട്ട് പാലുണ്ടാക്കിയിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് കോൾഡ് കോഫി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു 15 കശുവണ്ടിയോളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് കോൾഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 15 കശുവണ്ടിയോളം ഞാൻ ഈ ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാഷ്യൂ നട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ കുതിരാൻ വെക്കാം. 4 മണിക്കൂർ കൂടുതൽ കുതിർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചീത്തയായി പോകും. ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട. ഒരു മാക്സിമം 4 മണിക്കൂർ വരെ കുതിരാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കോൾഡ് കോഫിയൊക്കെ തയ്യാറാക്കുമ്പോൾ വലിയ ജാർ എടുക്കാൻ ശ്രമിക്കുക. കൂടാതെ അറ്റ് എ ടൈം ഒരു കോഫി തയ്യാറാക്കുക. അപ്പോഴാണ് നന്നായിട്ട് പതങ്ങൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന കശുവണ്ടി വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 പീസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഓർഗാനിക് ഷുഗറാണ് ചേർക്കുന്നത്, ബ്രൗൺ ഷുഗർ. ഞാൻ ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, കാപ്പിപ്പൊടി ഒരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾ പൊടിയുടെ ആവശ്യത്തിന് കടുപ്പം വേണമെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കാം. കടുപ്പം കുറവ് മതിയെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഒരു മിനിറ്റെങ്കിലും ബ്ലെൻഡ് ചെയ്യണം, അപ്പോഴേ നമുക്ക് നന്നായിട്ട് പതങ്ങി വരുള്ളൂ. ഇപ്പം നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബബിൾസ് ഒക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ടിപ്പ് പറയാം. നമ്മുടെ കോഫി താഴെയും നമ്മുടെ പദം മുകളിലും ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചേ ഉള്ളൂ. നമ്മുടെ കോഫിയുടെ ബബിൾസ് വേറെയും കോഫി താഴെയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ കാഷ്യൂ മിൽക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തിളപ്പിച്ചറിയ നല്ല കൊഴുപ്പുള്ള പാൽ വെച്ച് ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ എൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാപ്പിപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഒക്കെ ഇട്ട് കഴിക്കാം. ഭയങ്കര ടേസ്റ്റിയാണിത്. അപ്പം നമ്മൾ പാൽ ഉപയോഗിക്കാതെ കശുവണ്ടി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്ര ക്രീമിയാണ്, നല്ല ടേസ്റ്റിയുമാണിത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോൾഡ് കോഫിയുടെ റെസിപ്പി മനസ്സിലായി കാണുമല്ലോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, ഹാപ്പി കുക്കിംഗ്.